പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മത സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ധർമ്മപുത്രരെ കുറിച്ചാണ്. ശ്രീരാമൻ, ഭരതൻ, കൃഷ്ണൻ, ഭീഷ്മൻ, ധർമ്മപുത്രൻ. പാണ്ഡവന്മാരിൽ മൂത്തയാൾ, പേര് യുധിഷ്ഠിരൻ, ധർമ്മദേവന്റെ മകൻ. കുന്തിദേവിക്ക് ധർമ്മദേവന്റെ യമധർമ്മന്റെ അനുഗ്രഹത്താൽ ഉണ്ടാക്കപ്പെട്ട മകൻ. ജീവിതത്തിൽ എന്നും സത്യനിഷ്ഠയെ പുലർത്തിയ യുധിഷ്ഠിരൻ ധർമ്മത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്തില്ല എന്നതുകൊണ്ട് ധർമ്മപുത്രർ എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹം ദ്രോണാചാര്യരുടെ കീഴിൽ വിദ്യാഭ്യസിച്ചു. സത്യനിഷ്ഠ, അതുപോലെ തന്നെ ശൂലയുദ്ധം എന്നിവയിൽ വളരെ പ്രഗത്ഭനായി തീർന്നു. ദ്രൗപദിയെ പഞ്ചപാണ്ഡവന്മാർ വിവാഹം കഴിച്ചു. അർജുനൻ ദ്രൗപദിയെ വിവാഹം കഴിച്ചു. അമ്മയ്ക്കരികിലേക്ക് കൊണ്ടുവന്നപ്പോൾ അമ്മയെ വിശിഷ്ടമായ ഒന്ന് ഞങ്ങൾ ഇന്ന് കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങൾ 5 പേരും ചേർന്ന് എടുത്തോളൂ എന്ന് പറയുകയും ദ്രൗപദിക്ക് പൂർവജന്മത്തിൽ കിട്ടിയ ഒരു ശാപത്തിൽ നിന്നും മനുഷ്യജന്മത്തിൽ 5 ഭർത്താക്കന്മാരുമായിട്ട് നീ ശയിക്കണമെന്ന ഒരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണവുമായിട്ടാണ് ആ കഥ അവതരിപ്പിക്കപ്പെടുന്നത്. ധർമ്മപുത്രർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കളവ് പറഞ്ഞതായിട്ട് മഹാഭാരതത്തിൽ ഒരു സന്ദർഭമുണ്ട്. അശ്വത്ഥാമ ഹത, അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് ദ്രോണർ കേൾക്കെ പതുക്കെ പറഞ്ഞു. ഇത് ധർമ്മപുത്രർ പറഞ്ഞതുകൊണ്ട് മാത്രം ദ്രോണർ വിശ്വസിക്കുകയും ആ സമയത്ത് അദ്ദേഹം കരഞ്ഞ് തളർന്നുകൊണ്ട് തേർത്തട്ടിലിരിക്കുകയും ദൃഷ്ടദ്യുമ്നൻ അദ്ദേഹത്തെ കൊന്നുകളയുകയും ചെയ്യുന്നു. ഇത് ശരിയാണോ തെറ്റാണോ എന്നത് വളരെ വലിയ ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഒരാനയ്ക്ക് അശ്വത്ഥാമാവ് എന്ന് പേര് കൊടുത്തിട്ട് അതിനെ തല്ലിക്കൊന്നാൽ അത് ജീവനുള്ള മനുഷ്യനായ മകനായി മാറുമോ എന്ന ചോദ്യമൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും കളവ് പറയേണ്ട ഒരു സന്ദർഭം വന്നപ്പോൾ പോലും ഒരാനയ്ക്ക് പേര് കൊടുത്തതിന് ശേഷം കളവ് പറഞ്ഞു എന്ന് പറയുന്ന അത്രയേറെ സത്യനിഷ്ഠയുള്ള ആളായിരുന്നു. അതുവരെ ആകാശത്ത് ഉയർന്നു നിന്ന അദ്ദേഹത്തിൻ്റെ രഥം കളവ് പറഞ്ഞതോടുകൂടി ഭൂമിയിൽ പതിച്ചു, ഭൂമിയെ തൊട്ടു എന്നും അവിടെ മഹാഭാരതത്തിൽ ഐതിഹ്യം പറയുന്നു. ഇവിടെ വനവാസകാലത്ത് തങ്ങളെ ദ്രോഹിക്കാൻ വന്ന കൗരവന്മാരോട് കൊടുത്ത ഉപദേശം ലോകപ്രശസ്തമാണ്. അന്യൈസാകം വിരോധേതു വയം പഞ്ചാധികം ശതം, പരസ്പര വിരോധേതു വയം 500 ചതേ എന്നത്. മറ്റുള്ളവരോട് യുദ്ധം ചെയ്യുമ്പോൾ നാം 105 പേരാണ്, പരസ്പരം പോരടിക്കുമ്പോൾ നിങ്ങൾ 100 പേരും ഞങ്ങൾ 5 പേരുമാണ് എന്ന്. ഇത് നയതന്ത്രത്തിൽ ഒരു രാഷ്ട്രത്തിൻ്റെ രക്ഷയ്ക്ക് ഇത് വളരെ പരമപ്രധാനമാണ്. പുറത്തുനിന്നും ഒരു ശത്രു നമ്മളെ ആക്രമിക്കുമ്പോൾ ഉള്ളിൽ നമുക്ക് എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നാം ഒന്നായി തീരണം. ചൈന ഭാരതത്തിൻ്റെ സൈനികന്മാരെ കൊല്ലുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചൈനയെ പ്രതിരോധിക്കണം, ചൈനയുടെ എല്ലാ ഉൽപ്പന്നങ്ങളെയും ബഹിഷ്കരിക്കണം. രാഷ്ട്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് തമ്മിൽ തല്ലാം, പക്ഷേ രാഷ്ട്രത്തിന് പുറത്തു നിന്നുകൊണ്ടൊരു ശത്രു നമ്മെ ആക്രമിക്കുമ്പോൾ രാഷ്ട്രം ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പഠിപ്പിച്ചു തന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ ആപ്തവാക്യം. മഹാഭാരത യുദ്ധത്തിൽ അദ്ദേഹം വിജയം കൈവരിച്ചു, രാജ്യമെല്ലാം തിരിച്ചു പിടിച്ചു, രാജാവായി. ഒടുവിൽ സ്വർഗസ്ഥനാകുവാൻ വേണ്ടി അവർ യാത്ര തുടങ്ങി. അങ്ങനെ പഞ്ചപാണ്ഡവരും കൂടെ ദ്രൗപദിയൊക്കെ ഉണ്ട്. ഓരോരുത്തരും വഴിയിൽ വെച്ച് പല കാരണവശാൽ വീഴാൻ തുടങ്ങി. അപ്പം ദ്രൗപദി വീണു ആദ്യം. കാരണം എന്ത്? ഭർത്താക്കന്മാരിൽ അർജുനനെ കൂടുതലായി സ്നേഹിച്ചു എന്നതുകൊണ്ട് അവൾ വീണു. അർജുനൻ വീണു എന്തുകൊണ്ട്? താൻ അസ്ത്രവിദ്യയിൽ തന്നേക്കാൾ മികച്ചൊരുത്തനില്ല എന്ന അഹങ്കാരം മനസ്സിൽ സൂക്ഷിച്ചതുകൊണ്ട്. നകുലൻ വീണു കാരണം എന്നേക്കാൾ സുന്ദരനായ മറ്റൊരാളില്ല എന്ന് നനച്ചതുകൊണ്ട്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഓരോരുത്തരും വഴിയിൽ വീണു. ഒടുവിൽ യുധിഷ്ഠിരനും കൂടെ ഒരു നായയും മാത്രമായി. യാത്ര തുടങ്ങുമ്പോൾ തന്നെ അവരുടെ കൂടെ ഒരു വഴിയോരത്ത് കിടന്ന ഒരു നായ കൂടെ കൂടിയിരുന്നു. അവസാനം യുധിഷ്ഠിരനും ഈ പട്ടിയും മാത്രമായി മാറിയപ്പോൾ ദേവലോകത്തുനിന്ന് രഥമിറങ്ങി വന്നു, പുഷ്പരഥമിറങ്ങി വന്നു. അതിലേക്ക് കയറാൻ പറഞ്ഞു. അങ്ങ് സ്വർഗത്തിലേക്ക് പോകേണ്ടവനാണ്, അങ്ങയുടെ കർമ്മങ്ങളെല്ലാം ശ്രേഷ്ഠമാണ്, അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ഞാൻ ഈ സ്വർഗത്തിൽ പോരണമെങ്കിൽ ഈ നായയെ കൂടി കയറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ദേവന്മാർ, അത് പറ്റില്ല,
കാരണം നായ അതിൻ്റെ കർമ്മത്തിനനുസരിച്ച് അതിൻ്റെ ഫലം അതനുഭവിക്കും. താങ്കളുടെ കർമ്മത്തിനനുസരിച്ച് താങ്കൾക്ക് സ്വർഗമുണ്ട്, അതിൽ നായക്ക് ഷെയർ കൊടുക്കാൻ പറ്റില്ല എന്ന രീതിയിൽ സംസാരിച്ചു. ഈ സമയത്താണ് എങ്കിൽ ഈ നായ കൂടെ ഇല്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട എന്ന് പറയുന്നു. അവസാനം യുധിഷ്ഠിരൻ്റെ നിർബന്ധപ്രകാരം ഈ വിമാനത്തിലേക്ക് നായയെ കൂടി കയറ്റുന്നു എന്ന് പറഞ്ഞാൽ ആവശ്യഘട്ടത്ത് ആരാണോ നമ്മളോട് നന്ദി കാണിച്ച് കൂടെ നിൽക്കുന്നത് അവരെ എപ്പോഴും കൂടെ നിർത്തണം എന്നൊരു വലിയ തത്വമാണ്. അതിനുശേഷം തൻ്റെ അനുജന്മാരെല്ലാം എവിടെ പതിച്ചു? അവരുടെ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല ലോകങ്ങളിലും ചെന്ന് പതിച്ചു. കുറേ ആൾ നരകത്തിലൊക്കെ പോയി എന്ന് പറഞ്ഞപ്പോൾ അവരനുഭവിക്കാത്ത സുഖം എനിക്ക് വേണ്ട എന്നും അതുകൊണ്ട് അവരെവിടെയാണോ അവിടെ കൊണ്ടുപോയിട്ട് എന്നെയും ഇട്ടേക്കൂ എന്ന് പറയുന്നു യുധിഷ്ഠിരൻ. ഒടുവിൽ ദേവന്മാർ അവിടെ കീഴടങ്ങി എല്ലാവരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുന്നു. അതായത് സുഖം അനുഭവിക്കുമ്പോഴും ദുഃഖം അനുഭവിക്കുമ്പോഴും കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സഹോദരങ്ങൾ എന്ന ഒരു തത്വം നമുക്ക് നൽകുന്നു. ഇപ്പം നമ്മൾ കുടുംബം ഉണ്ടായി, ജ്യേഷ്ഠരന്മാരെല്ലാം പല വഴിക്കായി, ചില ആളുകൾ അതിസമ്പന്നരായിട്ടും ചില ആളുകൾ അങ്ങേയറ്റം ദരിദ്രരായിട്ടും കൂടപ്പിറപ്പുകൾ ജീവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സുഖത്തിലും ദുഃഖത്തിലും ലാഭത്തിലും നഷ്ടത്തിലും ജയത്തിലും പരാജയത്തിലും കൂടപ്പിറപ്പുകൾ ഒന്നിച്ചു നിൽക്കണം. എല്ലാവർക്കും എല്ലാമായി തീരാൻ കഴിയില്ല എന്നൊരു സന്ദേശം ധർമ്മപുത്രർ അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് വരച്ചു കാണിച്ചിരുന്നു. ആ ധർമ്മപുത്രരെ നമുക്ക് നമസ്കരിക്കാം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നാളെ നമുക്ക് അർജുനെ കുറിച്ച് ചിന്തിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.